സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് നാളെ കുറയായി. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസ് സേനയിലെ ദൈനംദിന പ്രവർത്തനങ്ങളും താളം തെറ്റുന്നു. ഇന്ധന ഉപയോഗത്തിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ സേനയുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുകയാണ്. ഇതിൽ നിന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ അമർഷം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പരസ്പരം അങ്ങനെ അഭിപ്രായം പറയുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു പ്രതികരണം കണ്ടതിന് ശേഷം മടങ്ങിയെത്തിയ ഈ വാർത്തയിലേക്ക് തന്നെ, വിശദാംശങ്ങളിലേക്ക് തന്നെ. എല്ലാ ഗ്രൂപ്പ് ഐപിമാരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് പെട്രോൾ കൺസേൺഡ് ഗ്രൂപ്പ് പെട്രോൾസിനെ ഈ കാര്യം അറിയിക്കേണ്ടതാണ്. അതായത് ഈ പല വണ്ടികളും റെൻ്റ് എടുത്ത കാറുകൾ AC ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ AC ഇട്ട് പോകുമ്പോൾ അവർ വളരെ മൈലേജ് കുറഞ്ഞ് കിട്ടുന്നു. 80 കിലോമീറ്ററിലേക്ക് ഓടുമ്പോൾ തന്നെ 2000 രൂപയുടെ ഡീസൽ തീരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് അതിലെ ചില ഓഫീസർമാരാലും നിർബന്ധം പിടിക്കുന്നു അറിയുന്നു, AC ഇട്ട് മാത്രമേ ഓടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറിയൊരു പ്രശ്നത്തിലാണ് സാർ ഉള്ളത്. നമ്മൾ അവരോട് AC ഇടണ്ട, ഗ്ലാസ് താക്കാൻ പറയുമ്പോൾ അവർ ഗ്ലാസ് താക്കുന്നില്ല. ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ അവരെ ഉള്ളിൽ പൊടി കയറിയിട്ട് അവർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ് കയറ്റിയിട്ട് AC ഇടാണ്ടിരിക്കാനും പറ്റുന്നില്ല. എന്താ ഇപ്പോൾ ചെയ്യാം സാർ? ഒന്ന് ചോദിച്ചിട്ട് പറയാമോ? നമുക്ക് നേരിട്ട് ചോദിച്ചോളൂ സാർ. കുഴപ്പമില്ല സാർ, അത് അകത്തുള്ളവരെല്ലാം 100 ഇത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം സാർ. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 1.5 കിലോമീറ്ററിൻ്റെ ഷോട്ടേ വരുമെന്ന് പറഞ്ഞു. 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഷോട്ടാന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ 100 വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോംഗാർഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ സാർ. വിവരങ്ങൾ നൽകാൻ രശ്മി കാർത്തികുണ്ട്. രശ്മി, ഈ പോലീസ് സേനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഡ്യൂട്ടി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ധനവകുപ്പിനോട് DGP പണം ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചോദിച്ചതിൻ്റെ എത്രയോ കുറവാണ് അനുവദിച്ച് കിട്ടിയത്. മാത്രമല്ല നമുക്കറിയാം, ഈ ഇലക്ഷൻ സമയത്ത് ഡ്യൂട്ടിക്ക് വേണ്ടി ഇതര സംസ്ഥാനത്തെ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി മടങ്ങി വന്നവർ ഇന്ധനം തീർന്നതുകൊണ്ട് പോലീസ് സേനയിൽ വഴിയിലകപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഹോംഗാർഡുകൾ വരെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കി പോലീസ് വണ്ടിയൊക്കെ ഓടിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കി കാണാം? സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ആ വിഷയമാണ്. ഇപ്പോൾ പോലീസിൽ ഇന്ധനം അടിക്കുന്നതിൽ പോലും ആ ഒരു പ്രതിസന്ധി വളരെ പ്രകടമാണ്. ഇപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു തുക സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആവശ്യപ്പെട്ട തുകയുടെ ഒരു 0.5% മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ച് നൽകിയത്. മാത്രമല്ല, ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായി റെന്റിനാണ് വാഹനങ്ങൾ ഓടിയത്. ആ റെന്റ് വാഹനങ്ങളിൽ AC ഇടരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് മേലുദ്യോഗസ്ഥർ പോലീസുകാർക്ക് നൽകിയത്. നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ എത്രത്തോളം ചൂടുള്ള കാലാവസ്ഥയാണെന്ന് അറിയാം. അതിൽ AC ഇടാതെ വണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അതിന്റെ ഗ്ലാസ് തുറന്നിടാൻ തന്നെയാണെങ്കിൽ അത് റെന്റഡ് വാഹനമായതുകൊണ്ട് തന്നെ വാഹനത്തിനകത്തേക്ക് പൊടി അടിച്ച് കയറുന്നത് കൊണ്ട് ഈ വിൻഡോ ഓപ്പൺ ആക്കി ഇടാൻ അതിന്റെ ഉടമസ്ഥർ അനുവദിക്കുന്നില്ല. അപ്പോൾ AC ഇടാൻ കഴിയുന്നില്ല, ഗ്ലാസും തുറക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഇന്ധനം വിതരണം ചെയ്യുന്ന പമ്പുടമകൾക്ക് അവർക്ക് 2000 കോടി രൂപയാണ് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. അത് എല്ലാ വാഹനങ്ങൾക്കും, സർക്കാർ വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും എല്ലാം ചേർത്താണ്. പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ വകയിൽ 200 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ ഇനി മുതൽ ഇത്തരത്തിൽ ഇന്ധനം നൽകില്ല എന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ എത്തിയിരുന്നു. മാത്രമല്ല, അതിനു മുൻപ് സംസ്ഥാന പോലീസ് മേധാവി ഈ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു, ഇന്ധനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ വളരെ കുറച്ച് ഇന്ധനം മാത്രമേ അടിക്കാവൂ, കാരണം പണം തികയുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ പല ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പോലീസ് എന്നുള്ളത്. ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടവരാണവർ. തലസ്ഥാന നഗരത്തെ പോലും നഗരത്തിൽ അവർക്ക് വലിയ രീതിയിൽ ഡ്യൂട്ടികൾ ഉണ്ടാകും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അവിടെയാണ് ഈ ഇന്ധനം അടിക്കുന്നതിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ AC ഇടരുത് എന്നുള്ള നിബന്ധന കൊണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഓഫീസുകളിൽ മറ്റും ഈ AC ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണമൊക്കെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് എല്ലാ മേഖലകളിലും പ്രകടമാണ്. ഇപ്പോൾ ട്രഷറി നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു. സാമ്പത്തിക വർഷ ആരംഭത്തിൽ ഇത് ആദ്യമായിട്ടാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 1 ലക്ഷം രൂപയുടെ ബില്ല് മാറുന്നതിന് ധനവകുപ്പിന്റെ അനുമതി വേണമെന്നുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ ആദ്യവാരം 5 ലക്ഷം രൂപയുടെ ബില്ല് മാറാൻ ധനവകുപ്പിന്റെ അനുമതി വേണം എന്നുള്ള ഒരു നിർദ്ദേശം ധനവകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇനി ശമ്പളമായാലും പെൻഷൻ ആയാലും നൽകാൻ ഇല്ലെങ്കിൽ കഴിയില്ല. അതുകൊണ്ടാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കേന്ദ്രത്തോട് കടം ആവശ്യപ്പെട്ടിരുന്നു. അത് ആവശ്യപ്പെട്ടതിന്റെ ഒരു 3000 കോടി കേന്ദ്രം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഈ കടം വാങ്ങി ഇനി കടം തീർക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് സംസ്ഥാനം പോകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷവും BJP യും മാത്രമല്ല പൊതുജനങ്ങളുടെ
സർക്കാരിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഈ ഒരു സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ സംസ്ഥാനത്തെ എല്ലാ മേഖലകളെയും അത് വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുകയാണ്. അതിൽ ജനങ്ങൾക്കിടയിൽ നിന്നുൾപ്പെടെ വ്യാപകമായി വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ലക്ഷ്മി, രശ്മി, അത് തന്നെയാണ്. കാരണം എല്ലാ വകുപ്പുകളെയും ബാധിക്കുന്ന, ഒപ്പം തന്നെ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോഴും ഈ പോലീസ് വകുപ്പിന് ക്രമസമാധാന നിയന്ത്രണം അല്ലെങ്കിൽ ക്രമസമാധാന ചുമതല കൈയാളുന്നവർക്ക് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം വെക്കേണ്ടി വരുന്നത് എത്രത്തോളം വലിയൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര കുറച്ച് ഇന്ധനം മാത്രം ഒരു ദിവസത്തെ കോട്ടയായി കൊടുക്കുമ്പോൾ പക്ഷേ ഒരു സ്റ്റേഷനിലെ ഒരു ഓട്ടത്തിന് അത് തികയുമോ എന്നുള്ളതാണ്. അത് തികയില്ല. അത് മാത്രമല്ല, ഈ പലരും കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഈ ഇന്ധനം നിറയ്ക്കുന്നത്. നേരത്തെയും ഈ പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം അടിക്കാനുള്ള പമ്പുണ്ട്. അപ്പോൾ അവിടെ ഈ കുടിശ്ശിക ഉള്ളത് കൊണ്ട് തന്നെ ഇന്ധന വിതരണം നിർത്തിവെച്ചൊരു സാഹചര്യത്തിലേക്ക് അതാത് പോലീസ് സ്റ്റേഷനുകളിലുള്ളവർ അവരുടെ പരിധിയിലെത്തി സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഇന്ധനം അടിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇതിനു മുൻപ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ ഇന്ധനം വളരെ കുറച്ച് ഉപയോഗിക്കണം, AC ഇടരുത്, ഇത്തരത്തിൽ റെന്റഡ് വാഹനങ്ങളിൽ ഈ രീതി ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ സാധാ പോലീസുകാർക്ക് വരുന്നു. ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം ചിലവഴിച്ച് ഇന്ധനം അടിക്കേണ്ട ഒരു സാഹചര്യം. മാത്രമല്ല, തമിഴ്നാട്ടിലേക്ക് ലക്ഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ പോലീസ് വാഹനം ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്ക് ഈ ഇന്ധനം തീർന്ന് പകുതി വഴിയിൽ കിടക്കേണ്ട ഒരു ഗതികേട് പോലും ഉണ്ടായി എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും പണം ചിലവഴിക്കാനില്ല എന്നുള്ളത്. പോലീസും ക്രമസമാധാനവും ഒക്കെ എത്രത്തോളം പ്രധാനമാണ്, അല്ലെങ്കിൽ ഒരു ഇന്ധനം നിശ്ചയിച്ച് അതിന് മാത്രമേ അടിക്കാവൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന വകുപ്പല്ല പോലീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലുള്ള വിമർശനങ്ങളാണ് പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇത് പോലീസിന്റെ മേഖലയെ മാത്രമല്ല മറ്റ് സമസ്ത മേഖലകളെയും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് സംസ്ഥാന സർക്കാർ യഥേഷ്ടം ദൂർത്തു തുടരുന്നു എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റും കെടുകാര്യസ്ഥതയും ഒക്കെയാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചേക്കുന്നത് എന്നുള്ള കാര്യം കേന്ദ്രം പലതവണ ചൂണ്ടിക്കാണിച്ചു. സുപ്രീം കോടതിയിൽ പോലും ഈ ഒരു കടമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എത്തിയപ്പോൾ സുപ്രീം കോടതിയും ആ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അവസ്ഥ വളരെ മോശമാകും. ഏതായാലും ഈ അടിയന്തരമായി തന്നെ വകുപ്പുകൾക്ക് പണമൊക്കെ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യവും വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. ലക്ഷ്മി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.